അല്ലേ? ന്യൂസ് കേന്ദ്രം മൃണാൾ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത്. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. എടപ്പള്ളി ലുലുമാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത്. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അവര് പറഞ്ഞത് സത്യല്ലേ? പന്നകള് ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എവിടെയാ ബില്ലടക്കേണ്ടത്? എവിടെ വേണമെങ്കിലും അടയ്ക്കാം. ഇവിടെ റൂമുകളേക്കാൾ കൂടുതൽ കൗണ്ടറുകളാണ്. ഫ്ലാഷ് ബാക്ക്. ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു, കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു, കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, എന്നാൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. മികച്ച പരിപാടിയാണ്. ഇതെല്ലാം ക്യൂ നിന്ന് ഓർഡർ ചെയ്യണം. ഓരോ സംഭവത്തിനും ഓരോ പൈസയാണ്. എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും ഇത് ഒരുപോലെ ബാധകമാകണമല്ലോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൃണാൾ, ആംഗ്രി മൃണാൾ. നമുക്ക് മൃണാളിനെ കണ്ടുപരിചയം പല ഹോട്ടലുകളിലും പോയിരുന്ന് കുറ്റം പറയുന്ന വീഡിയോകൾ കണ്ടിട്ട് തന്നെയാണ്. ആദ്യകാലങ്ങളിലൊക്കെ ഉള്ള വീഡിയോ കാണുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുമായിരുന്നു. പിന്നെ അതൊരു ഭയങ്കരമായിട്ടുള്ള മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ അധിക്ഷേപിക്കാനും വേണ്ടി മാത്രം ഫുഡ് കഴിക്കാൻ പോകുന്നതായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് അയാൾ തന്നെ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. എന്തായാലും മൃണാൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങി. എന്തായാലും അവിടുത്തെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മൃണാൾ പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും തന്നെയാണ് ഇപ്പോൾ ആൾക്കാർ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റു ഹോട്ടലുകളിൽ പോയി പറഞ്ഞിരുന്ന കുറ്റങ്ങളെല്ലാം സ്വന്തം ഹോട്ടലിലും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മൃണാൾ അറിയുന്നില്ലേ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും മൃണാളിന് നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയത്. കാരണം ഇത്രത്തോളം ആൾക്കാരുടെ കടകളിൽ പോയിട്ട് വളരെ മോശമായുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് അവരുടെ കടയെ ഒരു നെഗറ്റീവിലേക്ക് മാറ്റിയ ഒരാളാണ് ഈ ഒരു മൃണാൾ. എന്തായാലും അവരുടെയൊക്കെ ഒരു ശാപം ഇയാളെ ഏൽക്കാതിരിക്കില്ല. അത് തന്നെയാണ് ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും മൃണാളിന്റെ ഷോപ്പിലെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഓരോ കറികൾക്കും ഓരോ പ്രൈസാണ്. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേട്ടു, അത് നല്ലതാണ്, ഒരു കറിയും ഒരു ചോറും കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാമല്ലോ. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഒരു ഊണ് കഴിക്കുക എന്ന് പറയുമ്പോൾ അതിലുണ്ടാവേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതിനൊക്കെ പ്രത്യേകം ചാർജ് ചെയ്യണം എന്ന് പറയുന്നതിൽ എനിക്ക് അത്ര യോജിപ്പില്ല. അതുപോലെ തന്നെ ഭയങ്കര തിരക്കാണ് എന്ന് പറയുന്ന ആ ഒരു കടയിൽ ഒരു ഈച്ച പോലും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഈച്ചകൾ തന്നെയാണ് അവിടെ ഉള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പാർക്കിങ്ങും ഒന്നുമില്ലാത്ത ഈ ഒരു ഹോട്ടലിലേക്ക് പോകുന്നവർക്ക് തണുത്തുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തൊക്കെയാണ് മൃണാൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങുമ്പോൾ പണ്ട് പറഞ്ഞ പല കാര്യങ്ങളെ പറ്റിയും ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു. ഈ ഒരു വീഡിയോസ് ഒക്കെ കുത്തിപ്പൊക്കി വരുമെന്ന് മറ്റുള്ള കടകളിൽ പോയിരുന്ന് കുറ്റം പറഞ്ഞപ്പോൾ ഇതൊക്കെ സ്വന്തം കടയിലും പ്രാവർത്തികമാക്കണമെന്ന് എന്നെങ്കിലും ചിന്തിക്കണമായിരുന്നു. 1 മണിക്ക് പോലും ചോറിനും കറിക്കും ചൂടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഹോട്ടലിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. സത്യത്തിൽ അവിടെ ഒരു ഐസ്ക്രീം പാർലർ നടത്തുന്നതായിരിക്കും നല്ലത്. എന്തായാലും മൃണാളിന് തിരിച്ചടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.